എന്താടാ പെണ്ണ് കാണാൻ പോയിട്ട്? ആശാനെ എല്ലാ അടവുകളും പഠിപ്പിച്ചു, ഒന്നും മാത്രം പഠിപ്പിച്ചില്ല. അതേതടവാ? പെണ്ണിനെ വിളക്കാൻ. ഞാൻ കേട്ടത് അങ്ങനെയല്ലല്ലോ. പെണ്ണിനെ കണ്ടതോ നീ നമ്പർ മേടിച്ചിട്ട് അവളെ വിളി തുടങ്ങിയതാണല്ലോ. പെണ്ണുങ്ങൾ നമ്മൾ വിചാരിക്കണ പോലെ ഒന്നല്ല. എനിക്ക് എന്തിനാ ആവശ്യമില്ലാത്ത വിചാരിക്കണേ? നമ്പർ മേടിച്ചിട്ട് അവളോട് വല്ല കൊണാണ വർത്താനം പറഞ്ഞിട്ടുണ്ടാവും. ഒരു കൊണകൊണയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അവർ വീട്ടിൽ പോയി. പിന്നെ പെണ്ണിനെ കണ്ടത് എനിക്കാണ് ഇഷ്ടപ്പെട്ടു. ഒരു കോല് ചുരിദാറിട്ട അവളുടെ പിന്നാലെ നടക്കുന്ന ആളാണെങ്കിൽ ഈ അവളുടെ കാര്യം പറ. അതെ, എനിക്ക് മാത്രമല്ല, അവർ ഫാമിലിക്കും എന്നെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ സംസാരിച്ചു. പിന്നെ അവൾ എനിക്ക് നമ്പറും തന്നു. പിന്നെ എന്താ പ്രശ്നം? പിന്നെയുള്ള ശരിക്കുള്ള പ്രശ്നം, അവളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറോളം സംസാരിച്ചു. അപ്പോൾ അവൾ പറയാണ്, കല്യാണം എനിക്ക് പേടിയാണ്. അച്ഛന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഈ കല്യാണത്തിൽ നിന്നും പിന്മാറണം എന്നൊക്കെ. അനക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കാറില്ലേ? കുറേ പറഞ്ഞപ്പോൾ അവൾ പറയാൻ, ഇപ്പോൾ അഥവാ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലത്തെ ജോലിയൊന്നും ചെയ്യേണ്ട അവൾക്ക് ഇഷ്ടമല്ല. ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ഫുഡ് ഉണ്ടാക്കേണ്ടത് ഇഷ്ടമല്ല. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ടൂർ നിർബന്ധമായിട്ടും പോകണം. പിന്നെ അവൾക്ക് ദേഷ്യം വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അവളോട് സംസാരിക്കാൻ പാടില്ല. പിന്നെ അവൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ അവളെ ഉണർത്താൻ പാടില്ല. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഓ, ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിലുള്ളതിനെ 4 കൈ കൊണ്ട് തൊഴുകണം.